അമേൻ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. അമേൻ, അമേൻ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന കർത്താവ് നമ്മെ നോക്കി പറഞ്ഞത്. ക്രിസ്തുവിലുള്ള പുതിയ തലമുറയെ നോക്കി, ക്രൈസ്റ്റ് ജനറേഷനെ നോക്കി പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിൽ കിടന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടുവന്ന് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, യേശു ക്രിസ്തുവിൽ അത് നിവർത്തിയായെങ്കിൽ അന്ധകാരത്തിൽ കിടക്കുന്ന അനേകരുണ്ട്. ഒരു കാലത്ത് പാപത്തിൻ്റെ അന്ധകാരത്തിൽ കിടന്ന എന്നെയും നിന്നെയും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച യേശുവിൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും വിശുദ്ധ വംശവും രാജകീയ പുരോഹിത വർഗവുമാണ് നമ്മെ അവൻ വിളിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായിട്ടാ. ഇരുട്ടിൽ കിടക്കുന്നവർ നമ്മെ കാണുന്നത് വെളിച്ചമായിട്ടാകണം. അതിനായി യേശുവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു തലമുറ. ആമേൻ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. കൈയടിച്ച് അന്യഭാഷ പറഞ്ഞു പോകുന്നത് മാത്രമല്ലെന്നേ ഉണർവെന്ന് പറയുന്നത്. ഉണർവെന്ന് പറയുന്നത് തിരുത്തൽ വേണ്ട മേഖലകളിൽ തിരുത്തലുകൾ നടക്കണം. ആമേൻ. വ്യക്തമായി ഒരു ഉറച്ച നിലപാടുള്ളവനായിരിക്കണം ഒരു ദൈവ പൈതൽ. ആമേൻ. അവനെ ആ ദൈവത്തിന് വേണ്ടത്.